തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ കേരളം മുഴുവനായി ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. LDF മാത്രമാണ് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDFും BJPയും ഒക്കെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും പൂർണ്ണമായും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. വട്ടിയൂർക്കാവിന്റെ നിലവിലെ MLA ആയ VK പ്രശാന്ത് തന്നെയാണ് ഇത്തവണയും വട്ടിയൂർക്കാവിൽ നിന്നും ജനവിധി തേടുന്നത്. മൂന്നാമത്തെ തവണയാണ് ജനവിധി തേടി വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. 2019 ഉപതെരഞ്ഞെടുപ്പ്, 21 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിപ്പോൾ മൂന്നാം തവണയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 2019 ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു, LDF മൂന്നാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ജയിക്കുന്നത്. രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 14,000-ൽ നിന്ന് 21,000-ലേക്ക് ഭൂരിപക്ഷം വർദ്ധിച്ചു. ഈ ഇലക്ഷനിൽ ഞങ്ങൾ 25-ന് മുകളിൽ ഭൂരിപക്ഷം പോകും. അത് കൃത്യമായിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഭൂരിപക്ഷം രണ്ടു തവണയും ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചു. പക്ഷേ ഇത്തവണത്തെ വട്ടിയൂർക്കാവിന്റെ ഒരു മുഴുവൻ ചിത്രം നോക്കുകയാണെങ്കിൽ പ്രഖ്യാപനം മറ്റ് രണ്ട് പാർട്ടികളുടെയും വന്നിട്ടില്ല എങ്കിൽ പോലും UDFിന് വേണ്ടി K മുരളീധരനും BJPക്ക് വേണ്ടി ശ്രീലേഖയും മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ഒരു സ്റ്റാർ മണ്ഡലമായി ഇതിനോടകം തന്നെ ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ വട്ടിയൂർക്കാവ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു വെല്ലുവിളിയാകുമോ? അതൊരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം ഈ 6 വർഷം വട്ടിയൂർക്കാവിൽ വന്ന മാറ്റം ജനങ്ങൾ പ്രത്യേകിച്ച് തിരിച്ചറിയും. അപ്പോൾ ഈ വലിയ കൊലകൊമ്പന്മാരൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്നൊന്നും നടക്കാത്ത വികസനം ഇവിടെ നടന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ കാരണം അതാണ്. ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ചുമതല വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് നിർവഹിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പം മാറി ചിന്തിക്കേണ്ട ഒരുവിധ സാഹചര്യവും ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വികസനം തുടരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് പറയുന്നത്. അതിപ്പോൾ UDFിന്റെ സ്ഥാനാർത്ഥി ആര് വന്നാലും ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. BJPയെ സംബന്ധിച്ചും ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികൾ ആര് തന്നെ ആയാലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും. അത് കൃത്യമായി ഞങ്ങൾക്ക് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ട്രെൻഡ് അനുസരിച്ച് പറയാൻ വേണ്ടി കഴിയും. BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ അവരെ വലിയ രീതിയിൽ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അവർക്ക് അത് വട്ടിയൂർക്കാവിലാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടെ വട്ടിയൂർക്കാവ് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അത്തരത്തിലുള്ള ഒരു ട്രെൻഡിലേക്കൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമോ? അല്ല, അത് ഒരു ചെറിയൊരു മാറ്റം അവിടെ സംഭവിച്ചു നഗരസഭയിൽ. അതിന്റെ ദുരിതവും ജനങ്ങൾ അനുഭവിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നു, ശുചീകരണത്തിന്റെ പാളിച്ച വന്നു, മറ്റു പല പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊന്നും കൃത്യമായി പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി വന്ന് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും, ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും, വികസനം പ്രഖ്യാപിക്കും, എല്ലാം നമ്മൾ കേട്ടതല്ലേ. അദ്ദേഹം പലതവണ വന്നിട്ട് പോവുകയും ചെയ്തു, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ മാറാത്തത് മാറും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ വിജയം കൊണ്ട് അവർക്ക് യാതൊരു നേട്ടവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങളത് മറികടക്കും. ഈ നിയമസഭാ ഇലക്ഷനോടുകൂടി ഞങ്ങളത് മറികടന്ന് തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ വരും സമയത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും. 25 ദിവസം കൊണ്ട് നിലവിലെ ദുർഭരണം അവസാനിപ്പിക്കുമെന്നാണ് UDF കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൊത്തത്തിൽ ഒരു വെല്ലുവിളി നിറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടോ? ഒരു വെല്ലുവിളിയുമില്ല. ആദ്യം അവരുടെ പാർട്ടിക്കകത്ത് ദുർഭരണം അവസാനിപ്പിക്കട്ടെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഒരു മുടക്കവും കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ജനം മാറി ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് LDF അല്ലാതെ മറ്റാരാണ്. അപ്പോൾ LDF ആണ് ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത് മാറ്റേണ്ട ഒരു സാഹചര്യം UDF വന്നാൽ നടക്കുമെന്ന് ജനങ്ങൾക്കൊരു വിശ്വാസമില്ല. അതുകൊണ്ട് UDF എന്ത് തന്നെ ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് 100-ലധികം സീറ്റുകളുമായിട്ട് ഇത്തവണ മൂന്നാം ഭരണത്തിലേക്ക് വരും. ഇനി ആകെപ്പാടെ ഒരു 20-25 ദിവസം മാത്രമേ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ളൂ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രചരണ പരിപാടികൾ എങ്ങനെയായിരിക്കും? വളരെ അധികം ആളുകളെ കാണാനുണ്ട്, വോട്ട് അഭ്യർത്ഥിക്കാനുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണം മൊത്തത്തിൽ എങ്ങനെയായിരിക്കും? അല്ല, എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 6 വർഷം കൊണ്ട് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സമയം കുറഞ്ഞതിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കും. കാരണം ഇന്നലെ തന്നെ കണ്ടല്ലോ, നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന് 10 മിനിറ്റിനകത്ത് നമ്മുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നല്ല പങ്കാളിത്തത്തോടു കൂടി ചുവരെഴുത്ത് ഏതാണ്ട് 30-40% പൂർത്തീകരിച്ചു, പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള ദിവസം ഞങ്ങൾക്ക് മതി. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചത് മുതൽ ഈ ഇലക്ഷനിലേക്ക് വരുന്നത് വരെയുള്ള പ്രചരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് വോട്ടായി മാറും.
5 വർഷം പ്രചരണത്തിനുള്ള സമയം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ MLA വി കെ പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയായതോ സമയം കുറഞ്ഞതോ ഒന്നും ഒരു ടെൻഷനല്ല. കാരണം കഴിഞ്ഞ 5 വർഷവും ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ജനങ്ങൾക്കറിയാം, കൃത്യമായി ഇവിടെ നടന്ന വികസനങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആര് വന്നാലും, ത്രികോണ മത്സരമായാലോ മറ്റെന്ത് തരത്തിലുള്ള മത്സരം നടന്നാലോ അതൊന്നും തന്നെ തന്റെ വിജയത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തവണ ലഭിച്ച 21,000 എന്ന ഭൂരിപക്ഷത്തെക്കാൾ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് ഇത്തവണ വിജയത്തിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥിയായ വി കെ പ്രശാന്ത്.